ദേശീയപാത പട്ടിക്കാട് പച്ചക്കറി കയറ്റുവന്ന ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. തമിഴ്നാട് സ്വദേശി മോഹൻ രാജാണ് മരിച്ചത്. 2 പേർക്ക് പരിക്ക്. കൊടകര ആളൂർ പഞ്ചായത്തിലെ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പുതിയ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം. ദേശീയപാത 66-ൽ 3 പീടിക ബീച്ച് റോഡ് അടിപ്പാത നിർമ്മാണ രീതിക്കെതിരെ തീരദേശ വികസന സമിതി രംഗത്ത്. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ആരോപണം. മനക്കൊടി ചേറ്റിപ്പുഴ കരോട്ടെ കോൾപ്പടവിന്റെ മധ്യഭാഗത്തുള്ള ചേറ്റിപ്പുഴ ബണ്ട് എൽത്തുരുത്ത് റോഡുമായി ബന്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 150 മീറ്റർ ദൂരത്തിൽ പുതിയ ബണ്ട് നിർമ്മിച്ചാൽ എൽത്തുരുത്ത് റോഡുമായി ബന്ധിപ്പിക്കാനാകും. നമസ്കാരം. വാർത്തകൾ വിശദമായി. ദേശീയപാത പട്ടിക്കാട് പച്ചക്കറി കയറ്റുവന്ന ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും കായ കയറ്റുവന്ന മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയം സ്വദേശി 27 വയസ്സുള്ള മോഹൻ രാജാണ് മരിച്ചത്. 2 മിനി ലോറികളും ഒരു ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ നിർത്തിയതായിരുന്നു മറ്റൊരു മിനി ലോറി. ഇതിനു പുറകിൽ പച്ചക്കറി കയറ്റുവന്ന ചരക്ക് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ സഹായിക്കാനായി നിർത്തിയ മിനി ലോറിയുടെ ടയർ പൊട്ടി നിർത്തിയിട്ട മിനി ലോറിയിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇതിനിടെ 2 മിനി ലോറികളുടെയും ഡ്രൈവർമാർ മറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ടു. പീച്ചി പോലീസും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. മൂവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മോഹൻരാജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആളൂർ പഞ്ചായത്തിലെ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ഈ ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത്. അങ്കമാലി മണ്ണുത്തി ദേശീയപാതയെയും 3 പീടിക പോട്ട സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന പോട്ട ആശ്രമം കവല, പുല്ലൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചാലക്കുടി എഴുന്നള്ളത്ത് പാത കുറുകെ കടന്നു പോകുന്നതിനാലാണ് പറമ്പി റോഡ് ജംഗ്ഷൻ 4 കവലയായത്. ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ 4 കവലയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. അടുത്ത കാലത്തായി 17ഓളം അപകടങ്ങൾ ഇവിടെ ഉണ്ടായതായി പറമ്പി റോഡ് ജംഗ്ഷനിൽ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആൻഡു പറയുന്നു. ഇവിടെ ഡെയിലി ആക്സിഡന്റ് നടക്കുന്ന സ്ഥലം. 4 റോഡ് കണക്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. 2 സൈഡിൽ നിന്ന് മെയിൻ ഹൈവേയിൽ പറഞ്ഞ വണ്ടികൾ നല്ല സ്പീഡായിരിക്കും. ഇവിടെ നിർബന്ധമായിട്ട് ഒരു സിഗ്നൽ വേണ്ടതാണ്. പണ്ടേ ആവശ്യമാണ്. പല മരണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടൊക്കെയോ ഇവിടെ അങ്ങനെ ഒരു സിഗ്നലിന്റെ സംവിധാനം ഇതുവരെ വന്നിട്ടില്ല. നിത്യേനയെന്നോളം അപകടങ്ങൾ നടക്കുമ്പോഴും പറമ്പി റോഡ് ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനോ മറ്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല. നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും അനുകൂല നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊടകര കൊടുങ്ങല്ലൂർ പാതയിലൂടെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് പറമ്പി റോഡ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പെട്ടെന്ന് കാണാനാവാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. 4 കവലയാണെന്ന് സൂചിപ്പിക്കുന്ന തീരെ ചെറിയൊരു ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. കുറഞ്ഞ പക്ഷം ബ്ലിങ്കിംഗ് സംവിധാനത്തോടു കൂടിയ സിഗ്നൽ ലൈറ്റുകളെങ്കിലും ഇവിടെ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പുതിയ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി. പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പൂട്ടേണ്ട അവസ്ഥയാണെന്ന് സമിതി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ പരിഷ്കാരങ്ങൾ പൊതുജനത്തിനും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ്. റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് ഭൂരിഭാഗം റോഡ് അപകടങ്ങൾക്കും കാരണം. സർക്കുലറിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ഭാരവാഹികൾ പറഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ 3 പീടിക ബീച്ച് റോഡ് അടിപ്പാതയുടെ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി തീരദേശ വികസന സമിതി രംഗത്തെത്തി. ഇത് സംബന്ധിച്ച് കയ്പമംഗലം പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവർക്ക് സമിതി പരാതി നൽകി. ദേശീയപാതയുടെ ആദ്യ പ്ലാനിൽ 3 പീടിക ബീച്ച് റോഡിൽ അടിപ്പാത ഉൾപ്പെട്ടിരുന്നില്ല. നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും പ്രതിഷേധത്തിനൊടുവിലാണ് ദേശീയപാത അധികൃതർ ഇവിടെ അടിപ്പാത അനുവദിച്ചത്. 4 മീറ്റർ ഉയരവും 7 മീറ്റർ വീതിയുമുള്ള ബോക്സ് ടൈപ്പ് അടിപ്പാതയുടെ നിർമ്മാണമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത്.
എന്നാൽ ഇപ്പോഴത്തെ രീതിയിൽ നിർമ്മാണം പൂർത്തിയായാൽ ഗതാഗത കുരുക്കും അപകടങ്ങളും വർദ്ധിക്കുമെന്നും അതിനാൽ നിർമ്മാണം നിർത്തിവെച്ച് SVUPക്ക് പകരം മറ്റിടങ്ങളിലെ പോലെ VUP സാധ്യമാക്കണമെന്നാണ് തീരദേശ വികസന സമിതി അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് തീരദേശ വികസന സമിതി അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗം UY ഷമീർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മനക്കൊടി ചേറ്റുപുഴ കരോട്ടെ കോൾപ്പടവിന്റെ മധ്യഭാഗത്തു കൂടിയുള്ള ചേറ്റുപുഴ ബണ്ട് എൽത്തുരുത്ത് റോഡുമായി ബന്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. കരോട്ടെ കോൾപ്പടവിൽ നിന്ന് ആരംഭിക്കുന്ന ബണ്ട് എൽത്തുരുത്ത് ബണ്ടുമായി ബന്ധിപ്പിക്കണമെങ്കിൽ കേവലം 150 മീറ്റർ ദൂരത്തിലെ പുതിയ ബണ്ട് നിർമ്മിക്കേണ്ടതുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലേക്കും മറ്റുമായി അരുമ്പൂർ മേഖലകളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇതിനു പുറമെ കാഞ്ഞാണി തൃശൂർ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ ബദൽ മാർഗങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. ഇത് സംബന്ധിച്ച് അരുമ്പൂർ പഞ്ചായത്ത് KLDCക്ക് നിർദ്ദേശങ്ങളും പദ്ധതികളും സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. അരുമ്പൂർ ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബണ്ട് എൽത്തുരുത്ത് ബണ്ടുമായി ബന്ധിപ്പിക്കുന്നതിന് ചേറ്റുപുഴ പടവിൻ്റെ 150 മീറ്ററോളം വരുന്ന ഒരു സഞ്ചാരയോഗ്യമായ ബണ്ട് അത് നമുക്ക് ഇപ്പോൾ നിലവിൽ വളഞ്ഞിട്ടാണ് പോകുന്നത്. അത് നമുക്ക് സ്ട്രെയിറ്റായി പിടിക്കുന്നതിന് 150 മീറ്റർ മറ്റു വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ നടപടികളുമായിട്ടും നമ്മൾ മുന്നോട്ട് KLDC ആയിട്ട് പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ കോളേജ് കുട്ടികൾക്കും മറ്റ് യാത്രാ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വണ്ടിക്കാർക്കും ഏറ്റവും സുഗമമായി നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ അതുപോലെ തൃശ്ശൂർ ടൗണിലേക്ക് എത്താൻ ഏറ്റവും നല്ല മാർഗമാണ്. അപ്പോൾ ഈ ചേറ്റുപുഴ പാടത്തുള്ള കർഷകരുമായി സംസാരിച്ചു കൊണ്ട് അവരുടെ ഭൂമി ഒട്ടും പോവാത്ത രീതിയിലുള്ള ഒരു ബണ്ട് റോഡാണ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നത്. ചേറ്റുപുഴ പാടത്തെ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടാതെ തന്നെ വളഞ്ഞു പോകുന്ന ബണ്ടിനെ നേരെയാക്കി മാറ്റി ഈ ബണ്ടിനെ എൽത്തുരുത്ത് ബണ്ടുമായി ബന്ധിപ്പിക്കാനാകും. നിലവിൽ KLDC കനാലിനു കുറുകെ 6 മീറ്റർ വീതിയിലുള്ള പാലവും 8 മീറ്റർ വീതിയിലുള്ള റോഡും പണി പൂർത്തീകരിച്ച് കിടക്കുന്നുണ്ട്. കോർപ്പറേഷൻ മുൻകൈയെടുത്ത് 150 മീറ്റർ ദൂരത്തിൽ ബണ്ട് നിർമ്മിച്ചാൽ കരോട്ടെ കോൾ ബണ്ടുമായി ബന്ധിപ്പിക്കാനും അതുവഴി നിരവധി ആളുകൾക്ക് തൃശൂർ നഗരത്തിലേക്ക് എളുപ്പമാർഗം തുറന്നു കിട്ടുവാനും ഇടയാകും. TCV ന്യൂസ്, തൃശൂർ. പ്രസിദ്ധമായ പെരുവനം പൂരം നാളെ ആഘോഷിക്കും. പൂരത്തിനായി പഞ്ചാരി പിറവി കൊണ്ട പെരുവനം നടവഴിയൊരുങ്ങി. 7 ഗജവീരന്മാർക്ക് അണിനിരക്കാവുന്ന രീതിയിലുള്ള ഇടമാണ് പെരുവനം നടവഴി. നാളെ വൈകിട്ട് 4-ന് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ ആദ്യ പൂരം എഴുന്നള്ളിപ്പ് പടിഞ്ഞാറൻ നടവഴിയിൽ നടക്കും. 6:30-ന് നടക്കുന്ന ആറാട്ടുപുഴ ശാസ്താവിന്റെ കിഴക്കോട്ടിറക്കത്തിന് 7 ഗജവീരന്മാർ അകമ്പടിയാകും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം ഉണ്ടാകും. 7-ന് ചാത്തക്കുടം ശാസ്താവിന്റെയും തൊട്ടിപ്പാൾ ഭഗവതിയുടെയും പടിഞ്ഞാറോട്ട് കയറ്റത്തോടെയുള്ള എഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അകമ്പടിയാകും. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഉണ്ടാകും. രാത്രി 10:30-ന് ആറാട്ടുപുഴ കല്ലോലി മേടംകുളം ശാസ്താക്കന്മാരുടെ പടിഞ്ഞാറോട്ട് കയറ്റം, 11-ന് ഊരകത്തമ്മ തിരുവടി ചാത്തക്കുടം ശാസ്താവിന്റെ പടിഞ്ഞാറോട്ട് കയറ്റം പെരുവനം തൊടുകുളം പരിസരത്തു നിന്ന് ആരംഭിക്കും. 12-ന് പെരുവനം ക്ഷേത്ര മതിൽക്കകത്ത് 11 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പിൽ മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും. വ്യാഴാഴ്ച പുലർച്ചെ 4-ന് ചേർപ്പ് അയക്കുന്ന ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് കിഴക്കേ നടവഴിയിൽ നടക്കും. ആറാട്ടുപുഴ ശാസ്താവും അയക്കുന്ന് ഭഗവതിയും ചേർപ്പ് ഭഗവതിയും ഒത്ത് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പെരുവനം പൂരത്തിന് സമാപ്തിയാകും. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന്റെ ഭാഗമായുള്ള ബ്ലാഹയിൽ ആറാട്ട് ഭക്തി നിർഭരമായി. കാട്ടൂർ പൂരത്തിന് ശേഷം കുറുപ്പിന്റെ പടിക്കൽ നിയമവെടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ട് നൽകി. തുടർന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം തേവർ ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളി. കൊളക്കാടൻ ശിവപ്രസാദ് തേവരുടെ തിടമ്പേറ്റി. മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിയ തേവർക്ക് വഴിനീളെ പറ നൽകിയാണ് ഭക്തർ വരവേറ്റത്. ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ടിന് ശേഷം തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. ബുധനാഴ്ച അതിപ്രധാന ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി തേവർ എഴുന്നള്ളും.
ചൊവ്വൂരിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് സ്കൂട്ടറുകളിൽ ഇടിച്ചു മറിഞ്ഞു. 7 പേർക്ക് പരിക്കേറ്റു. ആംബുലൻസ് ഡ്രൈവർ ആനക്കല്ല് സ്വദേശി വിഷ്ണു, സ്കൂട്ടർ യാത്രക്കാരനായ അന്തിക്കാട്ട് വീട്ടിൽ മുരളി, വലപ്പാട് സ്വദേശികളായ രാജേഷ്, ലാൽകൃഷ്ണ, ജിഷ്ണു, അഖിൽ, അഭിമന്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്സു പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 125 കിലോയോളം കഞ്ചാവ് പിടികൂടി. തൃശൂർ റൂറൽ ഡാൻസാഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയത്. ലോറിയിലുണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനുസൽ, ശരത് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെ തെക്കേ നടയ്ക്ക് സമീപമാണ് കഞ്ചാവ് പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇടുക്കി രജിസ്ട്രേഷനുള്ള ലോറി പിടിയിലായത്. ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ലോറി ഇവിടെ വരെ എത്തിയത്. റൂറൽ SP നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി N മുരളീധരൻ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി M സന്തോഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. തൃശൂർ കോർപ്പറേഷനിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സ്ഥാനങ്ങൾ രാജിവെച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാലി ജെയിംസ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ഗോപകുമാർ എന്നിവരാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സ്ഥാനങ്ങൾ രാജിവെച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. കുന്നംകുളം കേച്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ പാർട്ടി ഓഫീസിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് സുജിത്താണ് CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ചത്. 29 വയസ്സായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണമെന്ന് സൂചന. ജല അതോറിറ്റിയുടെ പൈപ്പിന്റെ വാൽവിലൂടെ പുറന്തള്ളുന്ന വെള്ളം പാടത്തേക്ക് ഒഴുകിയത് കോൾ കർഷകന് തിരിച്ചടിയായി. ചെറുവള്ളിപ്പുഴ നമ്പരപ്പടവ് പുഞ്ചകൃഷി സംഘത്തിൽപ്പെട്ട നൌഫൽ എന്ന കർഷകന്റെ പാടത്താണ് വെള്ളക്കെട്ട് മൂലം കൊയ്ത്ത് മുടങ്ങിയത്. അതോറിറ്റിയുടെ കുന്നംകുളം ഡിവിഷന്റെ അനാസ്ഥ മൂലമാണ് പാടത്തേക്ക് വെള്ളം ഒഴുകിയതെന്ന് കർഷകർ ആരോപിച്ചു. നിരന്തരമായി രേഖാമൂലവും ഫോണിൽ കൂടിയും അധികൃതരെ കൃത്യമായി അറിയിച്ചിട്ടും വെള്ളം ഒഴുകുന്നത് തടയാൻ നടപടിയെടുത്തില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. വെള്ളത്തിലിറങ്ങി കൊയ്യാവുന്ന കൊയ്ത്തുമിതി യന്ത്രം എത്തിച്ചാണ് നെല്ല് കൊയ്തെടുത്തത്. വൈക്കോൽ മുഴുവൻ വെള്ളത്തിൽ നശിച്ചു. കർഷകനുണ്ടായ നഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നമ്പരപ്പടവ് ഭാരവാഹികൾ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പാഞ്ഞാൽ ശ്രീപുഷ്കരം കുറ്റ്യമുച്ചിൽ വീട്ടിൽ അക്ബർ അലിയെയാണ് കുന്നംകുളം ACPയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. വിവിധ ആരാധനാലയങ്ങളിലെ നിലവിളക്കുകളും ഉരുളികളും ചെമ്പുപാത്രങ്ങളും മറ്റും മോഷ്ടിച്ച് വടക്കാഞ്ചേരിയിൽ ആക്രിക്കടയിൽ വിൽക്കുകയാണ് ഇയാളുടെ പതിവ്. 2 ദിവസം മുമ്പ് പാഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് നിലവിളക്കുകൾ മോഷ്ടിക്കാനെത്തിയപ്പോൾ CCTV ക്യാമറയിൽ പ്രതിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ദേശീയപാത കുറുമാലിയിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ പുള്ളിമാൻ ചത്തു. രാവിലെ 10 മണിയോടെയാണ് ദേശീയപാതയിലേക്ക് ഓടിവന്ന മാനിനെ ബസ്സിടിച്ചത്. പാതയോരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 2 വയസ്സോളം പ്രായമുള്ള പുള്ളിമാൻ ദേശീയപാതയിൽ അകപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സിടിച്ച് പരിക്കേറ്റ മാനിനെ പാലപ്പിള്ളിയിൽ നിന്നെത്തിയ വനപാലകർ മണ്ണുത്തി വെറ്റിനറി കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ചത്തത്. വാഹന പരിശോധനാ സമയങ്ങളിൽ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറയുമായി നിയമപാലകർ. അടുത്തിടെ പോലീസ് നടപടികൾ പൊതുജനങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുന്നത് മൂലം പോലീസിനെതിരെ വ്യാപകമായി ജനവികാരം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധനകൾ നടത്തുന്ന പ്രധാന നിയമപാലകന്റെ ശരീരത്തിൽ ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ഈ നിർദ്ദേശം വന്നിരുന്നെങ്കിലും നിർബന്ധപൂർവ്വം നടപ്പിലാക്കിയിരുന്നില്ല. എന്നാൽ അടുത്തിടെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ മൂലമാണ് വീണ്ടും നടപടി ശക്തമാക്കിയത്. പരിശോധനാ സമയത്ത് പോലീസിനെ പ്രകോപിപ്പിക്കുകയും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയുമാണ് വകുപ്പ് തല അഭിപ്രായം ഉയരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ ക്യാമറ സ്ഥാപിക്കുക വഴി പോലീസിന്റെ പൊതുജനങ്ങളുമായുള്ള ഇടപെടലും സുതാര്യമാക്കാൻ കഴിയുമെന്നാണ് അഭിപ്രായം.
കയ്പമംഗലത്ത് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ നിന്നും 3 ദിവസം മുമ്പ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ആനന്ദേശ്വരത്തപ്പൻ എന്ന ബോട്ടും കോഴിക്കോട് സ്വദേശികളായ 7 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ കാറ്റിനിടയിൽ രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ വഞ്ചിപ്പുര വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡ് ഫസൽ, ബോട്ട് ശ്രാങ്ക് ദേവസി, മുനമ്പം എഞ്ചിൻ ഡ്രൈവർ ആന്റണി എന്നിവരടങ്ങിയ സംഘം 6 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെ വള്ളത്തെയും തൊഴിലാളികളെയും സുരക്ഷിതമായി കരയിലെത്തിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ മീനഭരണി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ദേവസ്വം ബോർഡ് അംഗങ്ങളായ MB മുരളീധരൻ, പ്രേമരാജ് ചൂണ്ടലാത്ത്, പോലീസ്, എക്സൈസ്, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകർക്ക് 39 മാസത്തെ DA കുടിശ്ശിക അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് KPSTA മാള ഉപജില്ലാ കമ്മിറ്റി സമരം നടത്തി. മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ സർക്കാർ ഉത്തരവ് കത്തിച്ചാണ് അധ്യാപകർ പ്രതിഷേധിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം TS സുരേഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ജെമി ജോസ്, വിൽസൺ മാമ്പിള്ളി, MR ആംസൺ, CA മുഹമ്മദ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാത്തക്കുടം തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. തൈക്കാട്ടുശ്ശേരി ഭഗവതിയും ചക്കംകുളങ്ങര ശാസ്താവും ചാത്തക്കുടത്തെത്തി ഇറക്കി എഴുന്നള്ളിച്ചു. ക്ഷേത്രം ഊരാളനും കൊച്ചിൻ ദേവസ്വം ഭാരവാഹികളും ഭക്തരും ചേർന്ന് നിറപ്പറ വെച്ച് എതിരേറ്റു. തുടർന്ന് കിഴക്കേ നടയിൽ 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ തിരുവാതിര പുറപ്പാട് ആരംഭിച്ചു. ഇടത് തൈക്കാട്ടുശ്ശേരി ഭഗവതിയും വലത് ചക്കംകുളങ്ങര ശാസ്താവും അണിനിരന്നു. പഞ്ചാരി മേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രമാണം വഹിച്ചു. കുറുങ്കുഴൽ കൊമ്പത്ത് അനിൽകുമാർ, കൊമ്പ് മച്ചാട് മണികണ്ഠൻ, വലന്തല പള്ളിപ്പുറം ജയൻ, ഇലത്താളം കല്ലൂർ രഘു എന്നിവർ സഹപ്രമാണിമാരായി. തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ദേവസംഗമത്തിൽ 9 ദേവീദേവന്മാർ പങ്കെടുത്തു. ചാത്തക്കുളം ശാസ്താവ്, തൊട്ടിപ്പാൾ ഭഗവതി, പിഷാരിക്കൽ ഭഗവതി, ചക്കംകുളങ്ങര ശാസ്താവ്, നാങ്കുളം ശാസ്താവ്, എടക്കുന്നി ഭഗവതി, ചിറ്റിച്ചാത്തക്കുളം ശാസ്താവ്, ആറാട്ടുപുഴ ശാസ്താവ് എന്നിവരാണ് ദേവസംഗമത്തിൽ പങ്കെടുത്തത്. തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെ എഴുന്നള്ളിപ്പിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിണംപേറ്റി. പെരുവനക്കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. എഴുന്നള്ളിപ്പിന് ശേഷം തൈക്കാട്ടുശ്ശേരിയിൽ ദേവസംഗമത്തിൽ പങ്കെടുത്ത ദേവീദേവന്മാരുടെ എടവഴിപൂരം നടന്നു. ആറാട്ടുപുഴ പൂരത്തിന് ശാസ്താവിന്റെ പാണ്ടി പഞ്ചാരി മേളങ്ങൾക്ക് 25 വർഷമായി പ്രമാണം വഹിച്ചുകൊണ്ടിരിക്കുന്ന പെരുവനം കുട്ടന്മാരാരെ ആറാട്ടുപുഴ ക്ഷേത്ര കമ്മിറ്റി സുവർണമുദ്ര നൽകി ആദരിച്ചു. ആറാട്ടുപുഴ ശാസ്താവിന്റെ രൂപം ആലേഖനം ചെയ്ത സുവർണമുദ്രയും കീർത്തി ഫലകവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ സമ്മാനിച്ചു. പ്രശസ്തി പത്രവും പൊന്നാണയും ബോർഡംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് K രാജീവ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകത്ത് ദേശീയപാതയോരത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. മതിൽമൂല റഹ്മാനിയ മസ്ജിദിന് മുൻവശത്താണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. കടുത്ത വേനലിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായ സമയത്താണ് ഇവിടെ വൻതോതിൽ വെള്ളം പാഴാവുന്നത്. 3 ദിവസത്തിലധികമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട്. വാട്ടർ അതോറിറ്റിയുടെ മതിലകം സെക്ഷൻ ഓഫീസിന് 1/2 കിലോമീറ്റർ അകലെയാണ് വെള്ളം പാഴാകുന്നത്. അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഭാഗത്ത് ജൽജീവൻ പദ്ധതിക്കായി റോഡ് അരികു കുഴിച്ച് പൈപ്പിടുന്ന പ്രവൃത്തിയും നടന്നുവരുന്നുണ്ട്. പൈപ്പിട്ട ശേഷം വേണ്ട വിധത്തിൽ കുഴി നികത്താത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കുന്നംകുളം നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് പഠിക്കുന്നതിനായി കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ നഗരസഭയുടെ ഗ്രീൻ പാർക്കിലെത്തി. പഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് കുന്നംകുളത്തെത്തിയത്. നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ഉദ്യോഗസ്ഥർ പഠിതാക്കളെ സ്വീകരിച്ചു. ഗ്രീൻ ടെക്നോളജി സെന്ററിൽ ജൈവ അജൈവ മാലിന്യ ശേഖരണം,
സംസ്കരണം, മാലിന്യ സംസ്കരണ രംഗത്തെ വെല്ലുവിളികൾ തുടങ്ങിയവ വിശദീകരിച്ചു. തുടർന്ന് ഗ്രീൻ പാർക്കിലുള്ള MCF, RRF, സമത ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം, ചകിരിച്ചോർ നിർമ്മാണ കേന്ദ്രം എന്നിവ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നാട്ടിൽ പഞ്ഞമില്ല. എന്നാൽ റംഷാദ് കേരളത്തിലെത്തിച്ച ഈ വണ്ടി കണ്ടാൽ തെല്ലൊന്ന് അതിശയിക്കും. കൗതുക കാഴ്ചയായി നോക്കി നിൽക്കും. അബുദാബിയിൽ ജോലി ചെയ്യുന്ന റംഷാദാണ് ഈ വാഹനം നാട്ടിലെത്തിച്ചത്. സാധാരണഗതിയിൽ ഷോപ്പിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ വാഹനം റംഷാദിന്റെ കണ്ണിൽപ്പെട്ടതോടെ വാഹനം സ്വന്തമാക്കണമെന്ന മോഹം വന്നു. ക്ലിയറൻസ് കഴിഞ്ഞ് 3 മാസം കാത്തിരുന്നാണ് വാഹനം നാട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇലക്ട്രിക് ബൈക്ക് 5 മണിക്കൂർ ചാർജ് ചെയ്യണം. 50-നടുത്ത് മൈലേജ് ലഭിക്കും. മൊബൈൽ കണക്ട് ചെയ്യാം. പാട്ട് കേട്ട് യാത്ര ചെയ്യാം. വലിയ ടയറുകൾ, കാഴ്ചയിലെ വ്യത്യസ്തത, ഇതെല്ലാമാണ് ഈ ഇലക്ട്രിക് ബൈക്കിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ റോഡുകളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡുകൾ കുറവാണ്. ഫുള്ള് കയറ്റിറക്കങ്ങളും അങ്ങനെയുള്ള ഹമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതിനിപ്പോൾ അവർ പറയുന്നൊരു മൈലേജ് ആവറേജ് ഉണ്ട്, അത് കുറഞ്ഞു കിട്ടും. കാരണം ബാറ്ററി 100% ആയി കഴിഞ്ഞാൽ ആണ് 50 അടുത്ത് കിട്ടും നമുക്ക് മൈലേജ്. അപ്പോൾ ഈ കയറ്റിറക്കങ്ങളാവുമ്പോൾ നമുക്കത് കുറഞ്ഞു കിട്ടും. ഈ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ റോഡുകളിലും ഒക്കെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വെട്ടിലും ഒക്കെ ചാടുമ്പോൾ ഇതിൻ്റെ പാർട്സൊക്കെ ഇളക്കം വരും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. വേലൂർ പഞ്ചായത്ത് പരിധിയിൽ വഴിവിളക്കുകൾ കത്താത്തതിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം. വേലൂർ വടക്കുമുറി ചീരൻ ജോണിയാണ് വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പന്തം കൊളുത്തി ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. വാർഡ് 14-ലെ കുറ്റിക്കാട്ടുകുളങ്ങര ക്ഷേത്രം മുതൽ കള്ളുഷാപ്പ് വരെയുള്ള പോസ്റ്റുകളിലാണ് 6 മാസമായി ലൈറ്റുകൾ കത്താത്തത്. പലതവണ അധികൃതർ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ലൈറ്റുകൾ കത്താത്തത് മൂലം ഇവിടെ മാലിന്യം തള്ളുന്നതും പതിവായിട്ടുണ്ട്. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മുരിങ്ങത്തേരി കുരിശുപള്ളിക്ക് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. കുട്ടഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയത്. റോഡിലൂടെ വലിയ തോതിലാണ് വെള്ളം ഒഴുകുന്നത്. കടുത്ത വേനലിൽ വെള്ളം പാഴാകുന്നത് തടയാൻ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം തൊട്ടൊരു സാധനം പൊട്ടി തുടങ്ങിയതാണ്. ഇത് എന്താ കാരണം, നമ്മൾ അടയ്ക്കുന്നുണ്ട്, സാധനം തള്ളി പോവുക. എത്ര ഇതിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഈ മൂടി വെച്ച കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഈ കോട്ടക്കുന്നിൻ്റെ മുകളിൽ കോറിയുടെ മുകളിൽ വെച്ച് ഇന്നലെ എൻ്റെ അനിയൻ്റെ അടുത്ത് 350 ഉറുപ്പിക്ക് വെള്ളം കോട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളം ചാടിച്ചാളാണ്. എൻ്റെ വീട്ടിൻ്റെ കുടിവെള്ളത്തിനെ പറ്റി പറഞ്ഞു. അവിടെ ഒരു തുള്ളി വെള്ളമില്ല. അമ്മയ്ക്ക് വെള്ളം പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് സങ്കരമുണ്ട്. കാലത്തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതാ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും ഭരണാധികാരികൾ എന്തെങ്കിലും അതിനുള്ള ഉത്തരവാദിത്തം എന്താണ് ചെയ്യുക. ഹെൽത്തി കേരളയുടെ ഭാഗമായി അരിമ്പൂർ പഞ്ചായത്തിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, കൂൾബാറുകൾ, കള്ളുഷാപ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും പിഴ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ ശരേഷ് ശങ്കർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രിയകുമാരി, നവ്യ സുധൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേന്ദ്രൻ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. ചാലക്കുടി മാർക്കറ്റിന് സമീപത്തെ പറമ്പിൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചു. ചാലക്കുടി ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടിയ സ്ഥലത്താണ് തീ പടർന്നത്. വലിയ തോതിൽ പുകയും ഉയർന്നു. ഏറെ ശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കാനായത്. വടക്കാഞ്ചേരി പുഴ പാലത്തിന് സമീപം റോഡിൽ 500-ന്റെ നോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പണത്തിന്റെ യഥാർത്ഥ അവകാശികൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പണം കൈപ്പറ്റി. വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര സ്വദേശിയായ ആസിഫ് അലിയുടെ പണമാണ് നഷ്ടമായത്. സുഹൃത്തിന് നൽകുവാനായി പോക്കറ്റിലിട്ട പണമാണ് ബൈക്ക് യാത്രയ്ക്കിടെ റോഡിൽ ചിതറി വീണത്. തൃശൂരിലേക്ക് പോകുവാനായി വടക്കാഞ്ചേരിയിൽ പെട്രോൾ അടിക്കുവാൻ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് പണം നഷ്ടമായതെന്ന് ആസിഫ് പറയുന്നു. പുഴപാലത്തിന് സമീപമുള്ള പാതയോരത്തിനോട് ചേർന്നാണ് 2 ഇടങ്ങളിലായി 500 രൂപയുടെ നോട്ടുകൾ ചിതറി വീണത്. നിജിത്ത്, നിഷാന്ത് എന്നിവർക്കാണ് പണം റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത്. പണം ഇവർ വടക്കാഞ്ചേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ പണം ആസിഫിന് കൈമാറി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. വിശ്വാസ തീക്ഷ്ണതയിൽ 10,000 എത്തി. രാവിലെ തീർത്ഥ കേന്ദ്രത്തിൽ നടന്ന റാസ കുർബാനയ്ക്ക് ഫാദർ ഫെബിൻ കുത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ബിനോയ് മന്നലി തിരുനാൾ സന്ദേശം നൽകി.
ഫാദർ ജോയൽ ചിറമൽ സഹകാർമ്മികനായിരുന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ചയൂട്ട് ആശീർവാദം നിർവഹിച്ചു. ട്രസ്റ്റുമാരായ ബാബു ജോർജ്, ജോസി, BJ ആന്റോ, വർഗീസ്, ജോയ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ ചടങ്ങുകളിൽ പങ്കുചേരുന്നതിന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എത്തി. തീർത്ഥകേന്ദ്രത്തിലെത്തിയ സുരേഷ് ഗോപിയെ വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്വീകരിച്ചു. തുടർന്ന് ദേവാലയത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച അദ്ദേഹം സൗജന്യ ഊട്ടുസദ്യക്കെത്തിയ വിശ്വാസികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും തയ്യാറായി. തിരുനാളിന്റെ നേർച്ചയൂട്ടിൽ പങ്കുചേർന്നും ഏവരോടും കുശലം പറഞ്ഞുമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. BJP നേതാക്കളായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജസ്റ്റിൻ ജേക്കബ്, CM സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കുന്നംകുളം ചിറ്റന്നൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. വെളിയങ്കോട് സ്വദേശി തെക്കൂട്ട് വീട്ടിൽ റിൽവാൻ, മാതാവ് സജിത, മാറഞ്ചേരി സ്വദേശി മൊയ്തുണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. എതിർദിശയിൽ വരികയായിരുന്ന കാറുകൾ ചിറ്റന്നൂർ സെന്ററിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലുവായ് മുല്ലയ്ക്കൽ ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ മേൽശാന്തിയെ തിരഞ്ഞെടുക്കപ്പെട്ട മധുസൂദനൻ നമ്പൂതിരിക്ക് യാത്രയയപ്പ് നൽകി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് ധന്വന്തരി ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ കൈമൾ ഉദ്ഘാടനം ചെയ്തു. നന്ദകുമാർ കൈക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി NK സുഭാഷ്, നന്ദകുമാർ, കൃഷ്ണകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗൾഫ് ഓവർസീസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ജില്ലയിലെ മികച്ച കായിക അധ്യാപകനുള്ള പ്രഥമ ഷെഫിമാഷ് സ്മാരക പുരസ്കാരം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന കായിക അധ്യാപകൻ CA മുഹമ്മദ് ഹനീഫയ്ക്ക് 10,001 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 25-ന് സമ്മാനിക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. നൃത്തവും മിമിക്രിയും മാത്രമല്ല, ജ്യോത്സ്യവും കൃഷിയും വായനയുമൊക്കെ ഈ ഭിന്നശേഷിക്കാരന്റെ ഇഷ്ടങ്ങളാണ്. വിഭിന്നങ്ങളായ കഴിവുകൾ സ്വായത്തമാക്കി കാണുന്നവരിൽ വിസ്മയമാവുകയാണ് ഈ ഭിന്നശേഷിക്കാരനായ യുവാവ്. മുറ്റിച്ചൂർ പടിയം കല്ലാറ്റ് ഭരതന്റെയും ഉഷയുടെയും 2 മക്കളിൽ മൂത്തയാളാണ് ഭിന്നശേഷിക്കാരനായ ഹണി. ഹണിയുടെ സഹോദരൻ ഹരിയും ഭിന്നശേഷിക്കാരനായിരുന്നു. ഹരി മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് 10 വർഷം മുൻപ് മരിച്ചു. കുറ്റൂർ സ്വാശ്രയ സ്കൂളിലും അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലുമായാണ് ഹണിയുടെ 10ാം ക്ലാസ് വരെയുള്ള പഠനം. SSLC തുല്യതാ പരീക്ഷയിൽ 600-ൽ 556 മാർക്ക് നേടിയാണ് ഹണിയുടെ വിജയം. ഇപ്പോൾ അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനി. കരകൗശല വസ്തുക്കളും വിവിധയിനം ഗൃഹോപയോഗ വസ്തുക്കളും ഉണ്ടാക്കുന്നതിൽ പരിശീലനം നേടുകയാണ് ഹണി ഇപ്പോൾ. കലാപ്രവർത്തനങ്ങളും പുസ്തക വായനയുമാണ് ഹണിയുടെ പ്രധാന ഇഷ്ടങ്ങൾ. ഭിന്നശേഷി കലോത്സവങ്ങളിൽ സിനിമാറ്റിക് ഡാൻസും നാടോടി നൃത്തവും ചെയ്ത് ഹണി കാണികളെ വിസ്മയിപ്പിച്ച് നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവത്തിൽ ഹണി പങ്കെടുത്തിട്ടുണ്ട്. 2 വർഷമായി ഭരതനാട്യം അഭ്യസിക്കുന്നു. പത്രം മുടങ്ങാതെ വായിക്കാനും TV ചാനലുകളിലെ വാർത്താധിഷ്ഠിത പരിപാടികൾ കാണാനും പഞ്ചാംഗം വായിക്കാനുമൊക്കെ ഹണിക്ക് നല്ല ഉത്സാഹമാണ്. വീട്ടിൽ വരുന്നയാളുകളുടെ ജന്മനക്ഷത്രം ഏതെന്ന് തിരക്കിയ ശേഷം ആ നാളിന്റെ പ്രത്യേകത ഹണി അനായാസം വിവരിക്കും. പണിക്കരാവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നതായിരുന്നു തോന്നുന്നുണ്ട്. കാരണം അങ്ങനത്തെ കാര്യത്തിലാണ് ഹണിക്ക് ഭയങ്കര താല്പര്യം. എപ്പോഴും അച്ഛൻ പുറത്ത് പോകുമ്പോൾ ജ്യോതിഷത്തിന്റെ ഒരു ബുക്കാണ് ഹണി ആവശ്യപ്പെടുക, അല്ലെ? ഹണി അത് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് അത് അരിച്ച് പെറുക്കി പഠിക്കും. എന്നിട്ട് വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവരോട് ചോദിക്കും, നിങ്ങളുടെ നാളെന്താ, അല്ലെ ഹണി? അപ്പൊ അവര് പറയാം, എന്റെ നാളെ അത്തം. അപ്പൊ അത്തത്തിന്റെ മൃഗം എന്ത് പറയും? അത്താണെന്ന് പറഞ്ഞാല് പോത്ത്. അതുപോലെ 28 നക്ഷത്രത്തിന്റെ പറയും. എടേന്ന് എവിടെ വേണമെങ്കിലും തിരുവാതിര, അതിന്റെ എന്താ? നായാണ്. രോഹിണി പാമ്പ്. അങ്ങനെ 28 നക്ഷത്രത്തിന്റെയും അങ്ങനെ വൃക്ഷം. കൃഷി ചെയ്യാനും വീട് തൂത്തു വൃത്തിയാക്കാനും അമ്മയെ അടുക്കളയിൽ സഹായിക്കാനുമായുള്ള ഉത്സാഹവുമൊക്കെയായി ശരിയായ പരിശീലനം കൊണ്ട് പരിമിതികളെ ക്രിയാത്മകമാക്കി മാറ്റാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കണം ആ കഴിവെന്ന് കരുതുന്നു. ഡാൻസിനോടാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവന് മറ്റെന്ത് കലാപത്തിനേക്കാളും നന്നായിട്ട്
ഇനി ഞങ്ങൾക്കൊരു കീബോർഡ് പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമം, അതിനെ പറ്റിയൊരു മാസ്റ്ററേയും അതിനെ പറ്റിയൊരു സ്ഥലവും ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താറാവ്. TCV ന്യൂസ് തൃശൂർ. വേലുപ്പാടം തീർത്ഥകേന്ദ്രത്തിലേക്ക് വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. പുതുക്കാട് ഫൊറോന വികാരി പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് വിശ്വാസികളാണ് പദയാത്രയിൽ പങ്കെടുത്തത്. ബേബി വാഴക്കാല പദയാത്രയുടെ ക്യാപ്റ്റനായിരുന്നു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനായി. ഫാദർ ജോജു പനക്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ശ്രാദ്ധ ഊട്ടുസദ്യ നടന്നു. EMSന്റെ 26ാമത് ചരമവാർഷിക ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, AC രമേശ്, BR സന്തോഷ്, തുളസി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മധുസൂദനൻ നമ്പൂതിരിക്ക് നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ക്ഷേത്രം ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ധന്വന്തിരി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു മധുസൂദനൻ നമ്പൂതിരി. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, NK ഗോപാലൻ, ദേവസ്വം ഓഫീസർ AV രാജേഷ്, ഡോക്ടർ അരുൺ കൈമൾ തുടങ്ങിയവർ സന്നിഹിതരായി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ ചേലക്കര മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തിരുവില്ലാമല, പഴയന്നൂർ, എളനാട്, പങ്ങാരപ്പിള്ളി, ഉച്ചതിരിഞ്ഞ് മുള്ളൂർക്കര, വരവൂർ, തളി, തലശ്ശേരി, ദേശമംഗലം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. പക്ഷികൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന വേലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. വേലൂർ GRSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകൻ MV രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. ലിമ പോൾ തറയിൽ അധ്യക്ഷത വഹിച്ചു. മേജർ PJ സ്റ്റൈജു, അധ്യാപികമാരായ ആതിര, ബേബി, സുമ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ ശ്രാദ്ധ ഊട്ടുതിരുനാൾ ഭക്തി നിർഭരമായി. പഴയന്നൂർ സെന്റ് ഡൊമിനിക് പള്ളി വികാരി ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ഉണ്ണിമിശിക പള്ളി വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ തിരുനാൾ വചന സന്ദേശം നൽകി. ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ സഹകാർമ്മികനായി. വികാരി ഫാദർ ഡേവീസ് ചക്കാലയ്ക്കൽ, ജനറൽ കൺവീനർ ടോമി മുരിങ്ങാത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ പിതൃദിനാചരണം സംഘടിപ്പിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തലുകാരൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് VM അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പതിയാരം ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലിക്കൽ, സിജോ ഇഞ്ചോടിക്കാരൻ, റൈജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാളും KLM പതാക ദിനവും ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ വടുക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജിജോ, യൂണിറ്റ് ഭാരവാഹികളായ സിജോ കുത്തൂർ, മേഴ്സി ഔസേപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SKSSF വിഘായ തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നോമ്പു തുറയ്ക്കുള്ള ഇഫ്താർ ടെന്റ് CC മുകുന്ദൻ MLA ചെറുചേനത്ത് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മുൻ പഞ്ചായത്ത് അംഗം PH ഉമ്മാർ ആദ്യ ഇഫ്താർ ബോക്സ് ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടറി മുനവാർ ഫൈറൂസ് ഹുദവി, മേഖലാ പ്രസിഡന്റ് അബ്ദുൽ അഹദ് വാഫി, സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത പട്ടിക്കാട് പച്ചക്കറി കയറ്റി വന്ന ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. തമിഴ്നാട് സ്വദേശി മോഹൻ രാജാണ് മരിച്ചത്. 2 പേർക്ക് പരിക്ക്.
കൊടകര ആളൂർ പഞ്ചായത്തിലെ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പുതിയ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യം. ദേശീയപാത 66-ൽ 3 പീടിക ബീച്ച് റോഡ് അടിപ്പാത നിർമ്മാണ രീതിക്കെതിരെ തീരദേശ വികസന സമിതി രംഗത്ത്. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ആരോപണം. മനക്കുടി ചേറ്റുപുഴ കരോട്ടെ കോൾപ്പടവിന്റെ മധ്യഭാഗത്തുള്ള ചേറ്റുപുഴ ബണ്ട് എൽത്തുരുത്ത് റോഡുമായി ബന്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 150 മീറ്റർ ദൂരത്തിൽ പുതിയ ബണ്ട് നിർമ്മിച്ചാൽ എൽത്തുരുത്ത് റോഡുമായി ബന്ധിപ്പിക്കാനാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.